ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്ന ഗൈസ് ഒരു പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ് ഗൈസ്. അപ്പോൾ വേറെ പാക്കൊന്നും അല്ല ഗൈസ്, നമ്മുടെ റുമിനിക്കിൻ്റെ പാക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. എനിക്ക് വേണമെന്നുള്ളൊരു സെൻറ്റർ ഫോർവേഡാണ് ഗൈസ് റുമിനിക്ക്. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമുള്ളൊരു പ്ലെയറാണ് ഗൈസ് റുമിനിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ റുമിനിക്കിൻ്റെ പാക്ക് ഇറക്കാനാണ് ഗൈസ് ഞാനിന്ന് വന്നേക്കുന്നത്. അപ്പോൾ കിട്ടുമല്ലോ അറിയില്ല ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ആണെന്നേരം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ലൈക്ക് ചെയ്യുക ആരും മറക്കരുത് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും കിട്ടുമല്ലോ നോക്കാം. എന്തായാലും ഗൈസ് റുമിനിക്കിനെ വേണമെന്നുണ്ട്, തന്നാൽ കൊള്ളായിരുന്നു. നോക്കാം എന്തായാലും ഗൈസ്. ഓക്കെ ഗൈസ്, ഓക്കെ നമുക്ക് എന്തായാലും സ്പിൻ എടുത്ത് നോക്കാം. ഹെർ വി ഗോ ഗൈസ്. ഫസ്റ്റ് സ്പിന്നാണ് ഗൈസ്. ഞാൻ 900 വെച്ച് സ്പിന്ന് ചെയ്യുന്നില്ല ഗൈസ്, കാരണം 900 വെച്ച് ഞാൻ സ്പിന്ന് ചെയ്തപ്പോൾ എനിക്ക് കിട്ടാറൊന്നുമില്ല. എന്തായാലും ഞാൻ 100 രൂപയും കൊടുത്തിട്ടുണ്ട് ഗൈസ്. കൊനാമി പ്ലീസ്. റുമിനിക് ഇല്ല ഗൈസ്, ഇത് ബേസ് കാർഡാണ്, ബേസ് ആനിമേഷനാണ് ഗൈസ്. ഓക്കെ, 3 സ്റ്റാറിൽ തന്നെ തുടക്കം 3 സ്റ്റാറിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സെക്കൻഡ് സ്പിൻ എടുക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാക്കിനകത്ത് നിന്ന് റുമിനിക്കിനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്ക് ഇനി റുമിനിക്കിന് എന്ന് വരും നമുക്ക് അറിയില്ല ഗൈസ്, കാരണം റുമിനിക്ക് മൈ ഫേവറേറ്റ് പ്ലെയർ ആണ്. കൊനാമി പ്ലീസ് റുമിനിക്കിനെ താ ഗൈസ്. 900 കോയിൻ എനിക്ക് ഭാഗ്യമില്ല എന്നാണ് എനിക്ക് തോന്നണത്, കാരണം ഞാൻ കുറേ അല്ല 2-3 സ്പിന്നൊക്കെ ഞാൻ 900 കോയിൻ സ്പിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ 900 കോയിൻ എനിക്ക് എപ്പിക്ക് തന്നിട്ടില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ 100 കോയിൻ കറക്കി വിടുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. എങ്ങാനും ഗൈസ് ഒരു എപ്പിക്ക് മതി. കൊനാമി പ്ലീസ് ഒരു എപ്പിക്ക്. റുമിനിക്കിനെ കിട്ടിക്കഴിഞ്ഞാൽ അത്രയ്ക്കും സന്തോഷം. നമുക്ക് നോക്കാം ഗൈസ്, എന്തായാലും നോക്കാം. സെക്കൻഡ് സ്പിന്നാണ്. ഓക്കെ, സെക്കൻഡ് സ്പിന്നും ബേസ് കാർഡാണ് ഗൈസ്. എനിക്ക് കിട്ടുന്നൊരു പ്രതീക്ഷയില്ല ഗൈസ്, കാരണം 4 സ്റ്റാറിനെ കിട്ടിയിട്ടുണ്ട്. 3 സ്റ്റാറിൽ നിന്ന് നമുക്ക് 4 സ്റ്റാറിലേക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് എപ്പിക്ക് കിട്ടണം. കൊനാമി എപ്പിക്ക് വേണം പ്ലീസ് കൊനാമി. നോക്കാം എന്തായാലും ഗൈസ്. ഈ റുമിനിക്കിൻ്റെ എനിക്കിങ്ങനെ എന്താ പറയുക, നല്ല പാക്കിൽ നിന്നൊന്നും അവന്മാർ എപ്പിക്ക് തരില്ല ഗൈസ്. നല്ല പാക്കിൽ നിന്ന് എപ്പിക്ക് കിട്ടിയാലും അതെനിക്ക് വേണ്ടാത്ത പ്ലെയർ ആയിരിക്കും. എന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം. ടാപ്പൊക്കെ ചെയ്തിട്ട് എന്തായാലും കറക്കി നോക്കാം ഗൈസ്. കിട്ടുമല്ലോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇനിയും 700 കോയിൻ ബാക്കിയാണ്. കറക്കി നോക്കാം. ഓക്കെ, ക്യാൻസലൊക്കെ ചെയ്ത് ചുമ്മാ എന്തായാലും സ്പിൻ എടുത്ത് നോക്കാം ഗൈസ്. ഓക്കെ, ഞാൻ എന്തായാലും 3ാമത്തെ സ്പിന്നാന്ന് തോന്നുന്നു. ഓക്കെ, അതും ബേസ് കാർഡാണ് ഗൈസ്. 5 സ്റ്റാർ ബേസ് കാർഡിനെ തന്നേക്കുന്ന അവന്മാർ അൽഫോൺസോ ഡേവിസിനെ തന്നേക്കുന്നത് ഗൈസ്. പിന്നെ എന്തിനാണ് കൊനാമി എനിക്ക് ആ എപ്പിക്കിനെ തന്നുകൂടായിരുന്നാ ഗൈസ്. 3 സ്പിൻ ഞാനിപ്പോൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു ഗൈസ്. എനിക്ക് 3 സ്പിന്നും ഒന്നും കിട്ടിയിട്ടില്ല. കൊനാമി ഞാനിത് പർച്ചേസ് ചെയ്ത കോയിൻ പോലും അല്ല, ഞാൻ കഷ്ടപ്പെട്ട് കളിച്ചുണ്ടാക്കിയ കോയിനാണ്. അതിനെന്തെങ്കിലും ഒരു വില നിങ്ങൾ തരണം. കൊനാമി നമുക്ക് ആണെങ്കിൽ 50 കോയിനൊക്കെ വെച്ചാണ് ഈ മാച്ചിൽ നിന്ന് തരുന്നത്. അതൊക്കെ കൂട്ടി വെച്ചിട്ടാണ് ഈ 900 കോയിൻ ഉണ്ടാക്കിയിട്ട് ഈ സ്പിൻ എടുക്കുന്നത്. ഇതെനിക്ക് വേണ്ട ഒരു പാക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ സ്പിൻ എടുക്കാൻ തീരുമാനിച്ചത്. കാരണം റുമിനിക്കിനെ ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പാക്ക് സ്പിൻ ചെയ്യുന്നത്. പ്ലീസ് കൊനാമി. ഓക്കെ ഗൈസ്, ആരാ നോക്കാടാ. ബേസ് കാർഡാണ് ഗൈസ്, ബേസ് കാർഡാണ്. ഇവന്മാർ ഇത് എന്ത് തേങ്ങയാണ് ഗൈസ് ഉദ്ദേശിക്കുന്നത്. ബേസ് കാർഡിനെ തന്നിട്ടുണ്ട്. കഷ്ടമുണ്ട് കൊനാമി, കഷ്ടമുണ്ട് ഗൈസ്. 4 സ്പിന്ന് ഞാൻ എടുത്ത് ഗൈസ്. 4 സ്പിന്നിൽ ഒരു തേങ്ങാക്കോല എനിക്ക് തന്നിട്ടില്ല അവന്മാർ. ഓക്കെ, ഞാൻ എന്തായാലും 5ാമത്തെ സ്പിന്ന് എടുക്കാൻ പോവാണ്. അത് പുറത്തുനിന്ന് എടുക്കാം ഗൈസ്. ഓക്കെ, ഹെർ വി ഗോ. നോക്കാം ഗൈസ്. എപ്പിക്ക് താ കൊനാമി പ്ലീസ്. എപ്പിക്ക്. ഇത് എന്ത് കഷ്ടമാണത്. ഓക്കെ, വീണ്ടും 3 സ്റ്റാറിലേക്ക് പോയിട്ടുണ്ട് ഗൈസ്. ഇത് എന്ത് കഷ്ടമാണിത്. ഒരു എപ്പിക്ക് അവന്മാർക്ക് തന്നൂടെ. 3 എപ്പിക്കുണ്ട്. ഞാൻ വേറെ ഒന്നും ചോദിക്കുന്നില്ല കൊനാമി, 3 എപ്പിക്കുണ്ട്. ഇത് എന്തെന്നാടാത്. ആ റുമിനിക്കിനൊന്ന് താ. ഞാൻ വേറെ ഒന്നും ചോദിക്കുന്നില്ല, റുമിനിക്കിനൊന്ന് തന്നാൽ ഞാൻ പൊക്കോളാം ഗൈസ്. പിന്നെ മൺഡേ വരുന്നതും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലെയറിൻ്റെ പാക്കാണ്. ഞാൻ കറക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നൊരു പാക്കാണ് തിങ്കളാഴ്ച വരുന്ന പാക്ക് എന്ന് പറയണത്. തിങ്കളാഴ്ച വരുന്ന പാക്ക് നമ്മുടെ പീറ്റർ സ്മൈക്കിളിൻ്റെ പാക്കാണ് ഗൈസ്, ഗോൾ കീപ്പറിൻ്റെ. എനിക്ക് ആ പാക്കും കറക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ സാധ്യമല്ല ഗൈസ്. കാരണം റുമിനിക്കിൻ്റെ പാക്കും വന്നു, തിങ്കളാഴ്ച സ്മൈക്കിളിൻ്റെ പാക്കും വരുന്നു.
ഏത് കറക്കും ഗൈസ്. ഞാൻ എന്തായാലും റൂമിലിങ്ങനെ കറക്കിപ്പോയി. ഇനിയിപ്പോൾ എന്തായാലും സ്മൈക്കിളിൻ്റെ പാക്ക് ഞാൻ എന്തായാലും സ്കിപ്പ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഇവന്മാർ ഇങ്ങനെയാണെങ്കിൽ പിന്നെ സ്മൈക്കിളിൻ്റെ പാക്ക് കറക്കിയിട്ട് ഒരു കാര്യമില്ല, കിട്ടാൻ പോണില്ല. ഇപ്പം തന്നെ ഞാൻ 5 സ്പിന്നോളം എടുത്തു ഗൈസ്. 5 സ്പിന്നോളം ഞാനിപ്പോൾ എടുത്തു. എനിക്കൊന്നും അവന്മാർ തന്നിട്ടില്ല. ഒരു എപ്പിക്കല്ല, ഒരു ഹൈലൈറ്റ് കാർഡ് പോലും അവന്മാർ എനിക്ക് തന്നിട്ടില്ല ഗൈസ്. അപ്പോൾ ഗൈസ് എൻ്റെ ഈ അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് റൂമിനികിനെ കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. റൂമിനികിനെ വേണ്ടി കറക്കിയെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്കറിയാൻ പാടില്ല ഗൈസ്, ഇവന്മാരെന്താ ഉദ്ദേശിക്കണമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എപ്പിക്ക് തരുന്നില്ല. കാരണം മിക്കവാറും എനിക്ക് ആ മറ്റേ ഫ്രീ സ്പിന്നിൽ നിന്ന് ആ മറ്റേ റൈറ്റ് ബാക്ക് ഓടോന അവന്മാർ തന്നായിരുന്നു. അതുകൊണ്ടായിരിക്കാം മിക്കവാറും ഈ പാക്കിനകത്ത് തന്നെ വലിപ്പിക്കുന്നത്. പിന്നെ കൊനാമിക്ക് അറിയാം ഗൈസ്, കൊനാമിക്ക് അറിയാം ഈ പാക്ക് മിക്കവരും കറക്കുമെന്ന് കൊനാമിക്ക് അറിയാം. കാരണം റൂമിനികാണ്, റൂമിനികിന് കുറേ ആരാധകരുണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ മിക്കവരും ഈ പാക്ക് കറക്കുമെന്ന് കൊനാമിക്ക് അറിയാം ഗൈസ്. അതുകൊണ്ടാണ് ഇവന്മാർ ഈ കിടന്ന് കാണിക്കുന്നത്. എനിക്കറിയില്ല ഗൈസ്, ഇവന്മാർ എന്തിട്ടാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. 5ഓളം സ്പിന്ന് ഞാനിപ്പോൾ എടുത്തു. എനിക്ക് ഒരു തേങ്ങാക്കൊലയും കിട്ടിയിട്ടില്ല ഗൈസ്. ഒരു 5 സ്റ്റാർ കിട്ടി, ഒരു ബേസ് കാർഡ് 5 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. അൽഫോൺസോ ഡേവിസിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം ഗൈസ്, നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ മറ്റേ കോൺട്രാക്റ്റൊക്കെ എടുത്ത് നിങ്ങൾ ഏതിലൊരു പിക്കിന് എടുത്തിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരെ എടുത്തതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഗൈസ്. ഞാൻ എന്തായാലും മൈക്ലോവനൊക്കെ എടുക്കണമെന്ന് വെച്ചുകൊണ്ടാണ് ഗൈസ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ മൈക്ലോവനൊക്കെ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഫ്രീ സ്പിന്നൊക്കെ എന്തായാലും ഞാൻ സ്പിൻ ചെയ്തിട്ട് മാത്രമേ ഞാൻ എന്തായാലും എടുക്കുന്നുള്ളൂ. ഓക്കെ, സ്പിൻ എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ആരാ നോക്കാം ഗൈസ്. മേളിൽ കളറുണ്ട്. എടാ ഇത് എന്തിനാണ് ഈ ആനിമേഷൻ കാണിക്കുന്നത്? 3 സ്റ്റാർ. ഈ ആനിമേഷനൊക്കെ എടുത്ത് കളയണം. ഇതൊക്കെ എടുത്ത് കളയേണ്ട സമയമായി. അവിടെ ചുമ്മാ കൊതിപ്പിക്കാൻ വേണ്ടി ഇവന്മാർ ഒരുമാതിരി ആനിമേഷൻ കൊണ്ടുവന്ന് വയ്ക്കും, എന്നിട്ടത് എപ്പിക്കായിട്ട് തരവില്ല. എന്തിനാണ് പിന്നെ ഗൈസ്? ഇനി വെറും 300 കോയിനാണ് ഈ ബാക്കിയുള്ളൂ. എനിക്ക് കിട്ടില്ല, അതെനിക്ക് 100% ഉറപ്പായിട്ടുണ്ട്. എനിക്ക് കിട്ടില്ല ഗൈസ്, കിട്ടാൻ പോണില്ല. ഇവന്മാർ എന്തിട്ട് തേങ്ങാക്കൊലെങ്കിലും കാണിക്കട്ടെ. എനിക്ക് തോന്നുന്നു മിക്കവാറും പ്രീമിയം പാക്കൊക്കെ എടുക്കണമായിരിക്കും ബെറ്റർ. അല്ലാതെ ഈ പാക്കൊക്കെ കറക്കി കഴിഞ്ഞാൽ കിട്ടില്ല. അല്ലെങ്കിൽ കറക്കുമ്പോൾ മാക്സിമം ഒരു 5000 കോയിനെങ്കിലും വേണം ഗൈസ്. ഇത് ചുമ്മാ ഇവന്മാരിട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ് കോയിൻ. നമ്മൾ കഷ്ടപ്പെട്ട് കളിച്ചുണ്ടാക്കും, ഇവന്മാരതെടുത്ത് തിന്നും. ഇതാണ് ഇവന്മാരുടെ ഹോബി എന്ന് പറയുന്നത്. എന്തെങ്കിലും കാണിക്കട്ടെ ഗൈസ്, എന്തെങ്കിലും കാണിക്കട്ടെ. എനിക്കറിയാൻ പാടില്ല ഗൈസ്, ഇവന്മാർ എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത സ്പിൻ എന്തായാലും എടുക്കാം ഗൈസ്. നമുക്ക് അടുത്ത സ്പിൻ എന്തായാലും എടുക്കാം. ഞാൻ എന്തായാലും ടാപ്പൊക്കെ ചെയ്തിട്ടാണ് ഗൈസ് കറക്കി നോക്കുന്നത്. പക്ഷേ കാര്യമില്ല, ഇവന്മാർ തരില്ല ഗൈസ്. പെസ്സൊക്കെ ആയിരുന്നെങ്കിൽ ഗൈസ് വെറും 300 കോയിൻ 200 കോയിനൊക്കെ മതി നമുക്ക് ഐക്കോണിക്ക് അടിക്കാൻ. എനിക്കങ്ങനെ കിട്ടിയിട്ടുണ്ട്. ബാക്ക് ടു ബാക്ക് ഒരു ഐക്കോണിക്ക് എനിക്ക് അടിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു കാലം ഗൈസ്. ഇവന്മാർ ചുമ്മണ്ടി വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഡെമിക്കൽസിനെങ്കിലും എനിക്ക് താട്ടെ. റൂമിനിക്കാണ് ഗൈസ്, എനിക്ക് റൂമിനിക്കിനെ മതി. പക്ഷേ ഒരു എപ്പിക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത്രയ്ക്കും സന്തോഷം. കാരണം ഇത്രയും കോയിൻ കൊടുക്കുന്നതല്ലേ, 900 കോയിൻ. ഇത് ഞാൻ പർച്ചേസ് ചെയ്ത കോയിൻ പോലും അല്ല, കളിച്ചുണ്ടാക്കിയ കോയിനാണ്. എന്തെങ്കിലും ചെയ്യട്ടെ ഗൈസ്, ഇവന്മാരെ എന്തെങ്കിലും ചെയ്യട്ടെ. എനിക്കറിയില്ല ഗൈസ്. എന്തായാലും സ്പിൻ എടുത്ത് നോക്കാം. നമുക്ക് എന്തായാലും 300 കോയിനോട് ഉണ്ടല്ലോ. ഇവന്മാർ ചിലപ്പോൾ അവസാനത്തെ ട്രൈ ഒക്കെ തരും. അങ്ങനെയാണ് എനിക്ക് മാൾഡീനിയുടെ പാക്കിലൊക്കെ തന്നത് അവന്മാർ. മാൾഡീനിന് എനിക്ക് 10ാമത്തെ സ്പിന്നിലാണ് എനിക്ക് തന്നത്. അതുപോലെയൊക്കെ മിക്കവാറും ഇവന്മാർ അവസാനത്തെ സ്പിന്നിലൊക്കെ ചിലപ്പോൾ തരും. പറയാൻ പറ്റില്ല. എന്തായാലും സ്പിൻ എടുത്ത് നോക്കാം. ഇനി വെറും 300 കോയിൻ കൂടിയാണ് എൻ്റെ കയ്യിൽ ബാക്കിയുള്ളൂ. കളിച്ച് കഷ്ടപ്പെട്ട് കളിച്ചുണ്ടാക്കിയ കോയിൻ പോകുമ്പോൾ നല്ല വിഷമമുണ്ട് ഗൈസ്. പക്ഷേ നമുക്ക് വേണ്ടപ്പെട്ട പ്ലെയറാണ് റൂമിലേക്ക്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ സ്പിൻ എടുക്കുന്നത്. വേറെ ഏതെങ്കിലും പ്ലെയറൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ എന്തായാലും സ്കിപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, എന്തായാലും സ്പിൻ എടുക്കാം. ഹെർ വി ഗോ ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും സ്പിൻ എടുക്കാൻ പോവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളെന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഗൈസ്. ലൈക്ക് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. നമുക്ക് എന്തായാലും റോഡ് ടു 1K ആവാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളെന്തായാലും 1K അടിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ഗൈസ്. അപ്പോൾ ഓക്കെ, വീണ്ടും 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഈ 3 സ്റ്റാർ മാത്രമേ ഗൈസ് എനിക്ക് ഇവന്മാർ തരുന്നുള്ളൂ. ഒരു ബേസ് കാർഡ് തന്നു, ഒരു 5 സ്റ്റാർ. എന്തായാലും പോട്ടെ ഗൈസ്, കോയിൻ പോട്ടെ, പവർ വരട്ടെ എന്നാണല്ലോ കൊനാമിയുടെ നിയമം. ഓക്കെ, നമുക്ക് പൊസിഷനൊക്കെ ഇട്ട് എന്തായാലും ചുമ്മാ ഒന്ന് സ്പിൻ എടുത്ത് നോക്കാം. എങ്ങനെ അടിച്ചാലോ പറയാൻ പറ്റില്ല ഗൈസ്. ഇനി 200 കോയിനാണ് ബാക്കിയുള്ളൂ.
900 കോയിൻ ഉണ്ടായിരുന്ന ഗൈസ്. നമുക്ക് കോയിൻ ഉണ്ടാക്കാൻ പാടാണ്, പക്ഷെ കോയിൻ കളയാൻ ഒരു പാടുമില്ല. 900 കോയിൻ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ വെറും 200 കോയിനാണ് ഗൈസ് ബാക്കിയുള്ളൂ. 700 കോയിൻ നമ്മൾ സ്പിൻ എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ആവട്ടെ ഗൈസ്, എന്തെങ്കിലും ഇവന്മാർ കാണിക്കട്ടെ. നമുക്ക് നല്ല സ്പിൻ എടുക്കാം. നമ്മുടെ ജോലി അതാണ്, സ്പിൻ എടുക്കുക. എപ്പിക്ക് തരുന്നോ വേണ്ടയോന്ന് അത് കൊനാമിയാണ് ഗൈസ് തീരുമാനിക്കുന്നത്. പക്ഷെ ഇത്രയും കോയിനൊക്കെ നമ്മൾ കളിച്ചിട്ടുണ്ടെങ്കിൽ കറക്കുന്നില്ല ഗൈസ്. അപ്പോൾ ഇവന്മാർക്ക് ഒരു എപ്പിക്കെങ്കിലും തരാം, ഒരു എപ്പിക്കെങ്കിലും തരാം. 2 എണ്ണം നമ്മൾ ചോദിക്കുന്നില്ലല്ലോ, ഒരു എപ്പിക്കെങ്കിലും ഇവന്മാർക്ക് തരാം. പക്ഷെ അത് അവന്മാർ തരില്ല ഗൈസ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത സ്പിൻ എടുക്കുകയാണ്. 8ാമത്തെ സ്പിന്നാണ് ഗൈസ്, 8ാമത്തെ സ്പിൻ. ഹെയർ വി ഗോ. അപ്പോൾ ഞാൻ എന്തായാലും സ്പിൻ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നോക്കാം ഗൈസ്. കൊനാമി പ്ലേസ് എപ്പിക്, റുമിനിക് പ്ലേസ് എപ്പിക്. എങ്ങനെ ഇരിക്കുന്നു ഗൈസ്? എപ്പിക്ക് പോയിട്ടൊരു പണ്ടാരം നമുക്ക് കിട്ടാൻ പോലുള്ള വീണ്ടും ഒരു 4 സ്റ്റാറിൽ അവന്മാർ ഒതുക്കിയിട്ടുണ്ട് നമ്മളെ ഗൈസ്. ഇനി വെറും 100 കോയിനാണ് ഗൈസ് ബാക്കിയുള്ളൂ. എനിക്ക് ഒരു പ്രതീക്ഷയില്ല, കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ല ഗൈസ്. ഞാൻ ഈ പാക്ക് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു കിട്ടാൻ പോണില്ലെന്ന്. അതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. നോക്കാം എന്തായാലും ഗൈസ്. 900 കോയിൻ വേണമെങ്കിൽ എനിക്ക് ഒറ്റയടിക്ക് സ്പിൻ ചെയ്ത് കളയായിരുന്നു. പക്ഷേ ഞാൻ കുറേ പാക്കിലൊക്കെ 900 കോയിൻ കൊടുത്തിട്ടും എനിക്ക് ഇവന്മാർ തന്നിട്ടുണ്ടായില്ല എപ്പിക്ക്. അതുകൊണ്ടാണ് ഞാൻ 100 കോയിൻ വെച്ച് ഇറക്കിയത്. ഇപ്പോൾ അതിനകത്തും വമ്പൻ തേപ്പാണ്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ഇനി എന്തായാലും 2000 കോയിനൊക്കെ ആക്കിയിട്ടാണ് ഗൈസ് ഞാൻ 900 കോയിൻ സ്പിൻ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഇനി അങ്ങനെയുള്ളൂ. ഇനി കോയിൻ സേവിങ് ആണ്. ഒരു പാക്കിനകത്ത് ഇനി ഞാൻ കോയിൻ പൊട്ടിക്കുന്നില്ല ഗൈസ്. ഓക്കെ, അവസാനത്തെ സ്പിന്നാണ്. ഇതിന് തന്നു കഴിഞ്ഞാൽ കൊനാമി മുത്താണ്. നോക്കാം എന്തായാലും. കൊനാമി പ്ലീസ്, അവസാനത്തെ സ്പിന്നാണ്. ഇത്രയും കോയിൻ ഞാൻ തന്നു. ഈ സ്പിന്നിലെങ്കിലും ഒരു എപ്പിക്ക് താ. റുമിനിക്കിന് വേണ്ട, വേറെ ആരെങ്കിലും തന്നാൽ മതി. നോക്കാം എന്തായാലും. ഓക്കെ, ആരാണ്? എടാ ബേസ് കാർഡറാ ഗൈസ്. അപ്പോൾ ഞാൻ പാക്ക് ഓപ്പണിങ് 3G ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ ഈ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. കമ്പിത്തിരിയൊക്കെ പൊട്ടിയിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, 6ാം നമ്പറിനെ കിട്ടിയിട്ടുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിസാൻഡ്രോ മാർട്ടിനസിനെ കിട്ടിയിട്ടുണ്ട്. വേണ്ട എനിക്ക്, എന്തിനാണ്? ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എന്തായാലും പാക്ക് ഓപ്പണിങ് അടപടലം 3G ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ അവസ്ഥ വന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗൈസ്. നമുക്ക് എന്തായാലും ഒരുമിച്ചിരുന്ന് കരയാം, അതാണ് മാർഗം. റൂമിനിക്കും ഇല്ല, നമ്മുടെ ഡെമിക്കൽസും ഇല്ല, ആരുമില്ല ഗൈസ്. ആരെയും കിട്ടിയിട്ടില്ല. ഓക്കെ, എന്തായാലും താങ്ക് യു കൊനാമി, താങ്ക് യു. അപ്പോൾ എന്തായാലും 5 സ്റ്റാർ കിട്ടി, സന്തോഷം തന്നെ. ബേസ് കാർഡ് 5 സ്റ്റാർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ബൈ ഗൈസ്.